നമ്മുടെ ജീവിതത്തിൽ ചില വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടാവും. ചാണക്യൻ്റെ ചില വാക്കുകൾ നമുക്ക് കേട്ടാലോ? മറ്റുള്ളവരുടെ അംഗീകാരം തേടൽ. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നും അംഗീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ പ്രധാനമാണ്. മറ്റുള്ളവരുടെ സ്നേഹവും പിന്തുണയും നമുക്ക് വേണം. ഇതെല്ലാം സാധാരണമാണ്. നമ്മുടെ ഓരോ കാര്യത്തിലും മറ്റുള്ളവരുടെ കയ്യടിക്കായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെയാണ് അപകടം. നമ്മുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ, നമ്മുടെ സ്വന്തം മൂല്യങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വില കൊടുക്കുമ്പോൾ അവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണിത്. അവർ പ്ലേ അമർത്തുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. അവർ പോസ് അമർത്തുമ്പോൾ നിങ്ങൾ നിശ്ചലമാവുന്നു. സ്റ്റോപ്പ് അമർത്തുമ്പോൾ നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ എല്ലാം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവുന്നു. ബന്ധങ്ങൾ തകരാൻ പാടില്ല. എന്നാൽ വിലയില്ലാത്തിടത്ത് ബന്ധങ്ങൾ നിലനിർത്താനും പാടില്ല. കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നവരുടെ മുമ്പിൽ ഒരിക്കലും ശരികൾ വിശദീകരിക്കരുത്. കാരണം ആ ശരികൾക്കിടയിലും അവർ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തും. അവർക്ക് സത്യം അറിയണമെന്നില്ല. നിന്നെ തെറ്റായി കാണിക്കാൻ മാത്രം കാരണങ്ങൾ തേടുകയാണ്. ഒരാളുടെ സ്വഭാവം മാറ്റുക പ്രയാസമാണ്. തിളപ്പിച്ച വെള്ളം പോലും തണുത്ത് പഴയ രൂപത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ അതുപോലെ ആളുകൾ മാറുന്നില്ല. അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് സ്വയം ദുഃഖിക്കുന്നതിന് പകരം സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുറത്ത് സന്തോഷം തേടുന്നത് നിർത്തി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ തേടുന്ന സന്തോഷം നിങ്ങളിൽ തന്നെ കണ്ടെത്തുക. ഏകാന്തത ഒരു ശിക്ഷയല്ല, അതൊരു വരമാണ്. നിങ്ങളെ തന്നെ അറിയാനും മെച്ചപ്പെടുത്താനുമുള്ള അവസരം. ആലോചിച്ചു നോക്കൂ. ചന്ദ്രൻ തനിച്ചാണ്, സൂര്യൻ തനിച്ചാണ്, എവറസ്റ്റ് കൊടുമുടി തനിച്ചാണ്. പക്ഷേ അവയുടെ ഉയരത്തിനോ തിളക്കത്തിനോ പ്രാധാന്യത്തിനോ കുറവുണ്ടോ? ഒരിക്കലുമില്ല. അവ തനിച്ചാണ് എന്നതിലാണ് അവയുടെ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളും അതേ പ്രകൃതിയുടെ ഭാഗമാണ്. ചന്ദ്രനെയും സൂര്യനെയും പർവ്വതങ്ങളെയും നദികളെയും സൃഷ്ടിച്ച സ്രഷ്ടാവ് തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വയം കുറച്ചു കാണുന്നത്? എന്തിനാണ് മറ്റൊരാളുടെ സാന്നിധ്യവുമായി നിങ്ങളുടെ വില ബന്ധപ്പെടുത്തി കാണുന്നത്? നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം സമയം നൽകാൻ തുടങ്ങിയാൽ, ലോകത്താരുടെയും അസാന്നിധ്യം നിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ അസാന്നിധ്യമോ സാന്നിധ്യമോ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒറ്റപ്പെടുന്നതായി തോന്നുന്നുവെങ്കിൽ ഈ കാര്യം ഓർക്കുക. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കാത്തപ്പോൾ വിഷമിക്കേണ്ട. സ്വയം വിലമതിക്കുക. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ലോകം അത് അംഗീകരിക്കുന്നത്. കാലം എല്ലാ മുഖംമൂടികളും അഴിച്ചു മാറ്റും. ക്ഷമയോടെ കാത്തിരിക്കുക. യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അനുഭവങ്ങളിൽ നിന്നുമാണ്. സ്വാർത്ഥതയുള്ള ആളുകളെ തിരിച്ചറിയാൻ പഠിക്കണം. കാരണം അവർ നിന്റെ വിജയത്തിന് ഒരിക്കലും കൂടെയുണ്ടാകില്ല. ചെറിയ ശീലങ്ങൾ തന്നെയാണ് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കുന്നു, പക്ഷേ പലപ്പോഴും നമ്മൾ തോൽക്കുന്നു. നീ ശ്രമിക്കണം, വീഴാം, വീണ്ടും എഴുന്നേൽക്കണം. ഒരു ദിവസം നിന്റെ ജീവിതം തന്നെ മാറും. ചാണക്യൻ്റെ വാക്കുകൾ പോലെ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ട, സ്വയം മാറാൻ തുടങ്ങൂ. അതാണ് യഥാർത്ഥ വിജയം. ചാണക്യൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഗൾഫിൽ ജീവിക്കുന്നവരുടെ യഥാർത്ഥ ജീവിതമാണ് ഓർമ്മ വരുന്നത്. ഗൾഫിൽ ജീവിക്കുന്ന പലരും ഒറ്റപ്പെട്ട് കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പലരുമുണ്ട്. അവരുടെ ജീവിതമാണ് ഓർത്തു പോകുന്നത്. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച പലർക്കും അവസാനം എവിടെയും വിലയില്ലാതെയാവുന്നു. അതുപോലെ തന്നെ അവസാനം വല്ലാത്ത അവഗണനയും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ജീവിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. സ്വന്തം ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പലരും ജീവിക്കുന്നത്. പുറത്ത് കാണുമ്പോൾ ഗൾഫ് എന്ന് വല്ലാത്തൊരു സ്വർഗമായൊരു ജീവിതമാണ് പലരും കാണുന്നത്. പുറമെ നോക്കുമ്പോൾ പലർക്കും തോന്നുന്നതും അതൊരു വലിയ സ്വർഗം പോലുള്ളൊരു രാജ്യമാണ് ഗൾഫ്. അവിടെ പോയാൽ എല്ലാവർക്കും ഭയങ്കര സുഖമല്ലേ, ഇഷ്ടം പോലെ പണം, ഇതൊക്കെയാണ് കാണുന്നത്. എന്നാൽ അവിടെ നടക്കുന്നത് പലരും പുറത്തു പറയുന്നില്ല, ആരും അറിയില്ല.
ഒരു മുറിയിൽ 6ഉം 7ഉം പേരൊക്കെ ആയിട്ടാണ് പലരും ജീവിക്കുന്നത്. ഗൾഫിൽ പോയാൽ ലൈഫ് സെറ്റായി എന്നൊരു വലിയ ചിന്തയിലാണ് പലരും ഗൾഫിലേക്ക് കയറിപ്പോകുന്നത്. പണം അയക്കുന്ന കൈകൾക്ക് പിന്നിൽ എത്ര കണ്ണീരുണ്ടെന്ന് ആരും കാണില്ല. അവർ അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഒരിക്കൽ പോലും അവർ മനസ്സ് തുറന്ന് ആരോടും പലതും പറയില്ല. നാട്ടിലേക്കുള്ള ഫോണിൽ അവരവരുടെ സന്തോഷങ്ങൾ മാത്രം പറയുന്നു. എന്നാൽ അവരനുഭവിക്കുന്ന ഒരു കാര്യങ്ങളും പലരും തുറന്നു പറയില്ല. കാരണം നാട്ടിലുള്ളവരെ വിഷമിപ്പിക്കേണ്ട, തൻ്റെ പ്രിയപ്പെട്ടവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും പലരുടെയും ആവശ്യം നിറവേറ്റുന്ന ഒരു ടൂള് മാത്രമായിട്ടാണ് പല ഗൾഫുകാരുടെയും ജീവിതം. ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് നാട്ടിലേക്കൊരു കോള് വിളിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ സമയമില്ല. മക്കളുടേതായ രീതിയിൽ ജീവിക്കുന്നു. അവരവരുടെ കളികളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് അങ്ങനെയായി മക്കൾക്ക് വിളിക്കുമ്പോൾ അച്ഛനോട് സംസാരിക്കാൻ പോലും അവർക്കിപ്പോൾ സമയമില്ല. ഗൾഫിൽ 8-10 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണ് പലരും. അതിൻ്റെ ഇടയിലേക്കൂടിയാണ് അവർ നാട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഓടി വന്ന് അവരുടെ കോളൊന്ന് അറ്റൻഡ് ചെയ്ത് അവരുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖത്തിന് വേണ്ടിയായിരിക്കും പലരും വിളിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. മക്കളുടേതായ ലോകത്ത് അവർ ചിന്തിക്കുന്ന എന്താ, അവർ ഗൾഫിലല്ലേ, അവർക്കിഷ്ടം പോലെ പണമില്ലേ, അവരാണെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, അവർ ഗൾഫിൽ ജീവിക്കുന്നില്ലേ, അതായത് സ്വപ്ന നഗരമായ ഒരു ഗൾഫ്, അതാണ് പലരുടെയും ചിന്ത. അതുകൊണ്ട് തന്നെ അവർ നാട്ടിൽ ആഘോഷങ്ങൾക്കായാലും പല കാര്യത്തിനും ചിലവാക്കുന്ന പണത്തിന് ഒരു നിയന്ത്രണവും ഇല്ല. കാരണം ചോദിക്കുമ്പോൾ ഇഷ്ടം പോലെ പണം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോൾ അവർ പുതിയ പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നു, അവരിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ പോലെയുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നു, വലിയ വലിയ വീടുകൾ വെക്കുന്നു, നല്ല നല്ല കാറുകൾ വാങ്ങുന്നു. എന്നാൽ ഗൾഫിലുള്ള അവർ ചിന്തിക്കുന്ന എങ്ങനെയെങ്കിലും ഈ കടങ്ങളൊക്കെ തീർത്ത് മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും കൂടെ നാട്ടിൽ പോയി ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കതിന് സാധിക്കുന്നില്ല. കാരണം എടുത്താൽ പൊങ്ങാത്തത്ര രീതിയിലുള്ള വീടുകൾ വെക്കുന്നു, കടമടച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറുകൾ വാങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കടങ്ങൾ തീർത്തിട്ട് നാട്ടിൽ പോയി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവർക്കൊരിക്കലും അങ്ങനെ ഒരു സ്വപ്നം നടക്കില്ല. അപ്പോഴൊക്കെ ഈ ജോലി മതിയാക്കി, ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ നിൽക്കണമെന്ന് ആലോചിച്ച് നാട്ടിലേക്ക് പോകുന്നു. അതിൽ നിന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസം പോലും വെട്ടിച്ചുരുക്കി അവർ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകുന്നു. എന്തുകൊണ്ടാണ്? കയ്യിലുള്ള പണങ്ങളൊക്കെ തീർന്നു. തിരിച്ച് ലോൺ അടക്കാനോ അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ പണമില്ലാതാവുമ്പോൾ അവർ ഒരു മാസത്തെ അവധിക്ക് വന്നാൽ പോലും ചിലപ്പോൾ ദിവസത്തിനുള്ളിൽ തന്നെ അവർ കയറി ഗൾഫിലേക്ക് തന്നെ പോകുന്നു. അവസാനം ഒന്നിനും പറ്റാതെ നാട്ടിൽ തിരിച്ചു പോക്ക്. അവരുടെ ആരോഗ്യം നശിച്ചിട്ടുണ്ടാവാം, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ചെറിയൊരു ആളുകൾക്ക്, കുറച്ചാളുകൾക്കെന്ന് പറയാം, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പണമൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്ക് തീർത്തും അവഗണനയാർക്കും. ഇതെല്ലാം കഴിഞ്ഞ് ആരോഗ്യവും നശിച്ച് അല്ലെ പല അസുഖങ്ങളുമായി നാട്ടിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നല്ല, ചെറിയ കുറച്ച് ആളുകൾക്ക് വല്ലാത്തൊരു അവഗണനയുണ്ടാവും. കാരണം എല്ലാ മാസവും കിട്ടുന്ന ആ ഒരു വലിയ പണം നമ്മുടെ കയ്യിൽ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ആൾക്ക് വല്ലാത്ത അവഗണന നേരിടേണ്ടി വരും. അത് അയാളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാവാം. കാരണം ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ല, അവരുടെ അടുത്ത് നിന്ന് എനിക്ക് ഇങ്ങനെയൊരു അവഗണന കിട്ടുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ലല്ലോ. കാരണം അവർ ജീവിച്ചത് തന്നെ നാട്ടിൽ ഇത്രയും വലിയ വീടുകളും ഇത്രയും വലിയ കാറ് ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ജീവിക്കുന്നത് ഗൾഫിലെ ഒരു കുടിസുമുറിയിൽ 6-7 പേര് ഷെയർ ചെയ്യുന്ന ഒരു കുടിസുമുറിയിൽ അവർ ജീവിക്കുന്നത്. കഴിക്കുന്നത് പലപ്പോഴും കുബൂസ്, പരിപ്പ് കറി, അങ്ങനെയാണ് പല ആൾക്കാരും കേട്ടോ, അങ്ങനെയാണ് ജീവിക്കുന്നത്. വീടുണ്ടായിട്ട് അത്രയും വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മാസത്തിൽ എത്ര ദിവസമായിരിക്കും അവർ നാട്ടിൽ അവരെടുത്ത ഇത്രയും വലിയൊരു വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ടാവുന്നത്. പലരും കുറച്ച് വിരലെണ്ണാവുന്ന ദിവസങ്ങളെ അങ്ങനെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയെല്ലാം സൂക്ഷിച്ച് വെച്ച പണം ഇവരുടെ പേരിൽ ബാങ്കിലിട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല ഇവർ നാട്ടിൽ തിരിച്ചെത്തുന്നത്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ പണം എല്ലാം അയച്ചു കൊടുത്ത് അവസാനം എല്ലാവരാലും അവഗണന മാത്രമായി നാട്ടിൽ അവർ സെറ്റിൽ ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കാൻ ശ്രമിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിച്ച്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ വസ്ത്രങ്ങൾ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാനെങ്കിലും ഇനിയുള്ളവരെങ്കിലും ശ്രമിക്കണം. പണ്ട് കാലത്ത് മുതൽ നമ്മൾ കാണുന്ന ജീവിതം മുഴുവനും ഹോമിച്ച് പ്രിയപ്പെട്ടവർക്ക് മാത്രം വേണ്ടി ജീവിക്കാതെ, അതുപോലെ നിങ്ങളുടെ ആരോഗ്യം, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഗൾഫിലുള്ളവർ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോവില്ല. അവരെന്തേലും തലവേദനക്കോ അങ്ങനെയുള്ള മരുന്ന് വാങ്ങിച്ച്, ചെറിയൊരു പനി വന്നാൽ പോലും എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ച് അതിലൊതുക്കി, അല്ലാതെ അവരൊരു ഡോക്ടറെ കാണാനോ ഒന്നും പോവില്ല. സ്വന്തം ആരോഗ്യവും സ്വന്തം ആഗ്രഹങ്ങളും കുറച്ചൊക്കെ നിറവേറ്റിയതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ശരി.
എനിക്ക് തോന്നുന്നത് ഈ ജോലി അത്രയും ചെയ്യുന്ന അവർക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ കുറച്ചെങ്കിലും നിറവേറ്റിയതിന് ശേഷം മാത്രം എത്ര പ്രിയപ്പെട്ടവരായാലും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ചുമരുണ്ടായാലേ ചിത്രം വരയ്ക്കാനാവൂന്ന്.